ഈ സാധനത്തിന്റെ പേരറിയാമോ? ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു അസുഖം ക്യാൻസർ ആയതുകൊണ്ട് അതിനെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഈ സാധനത്തിന്റെ പേര് എനിക്ക് അറിയാവാ? സാധനത്തിന്റെ പേരാണ് ഉറ. ഇത് എന്തിനു ഉപയോഗിക്കാന്ന് അറിയാവാ? എടാ ഇതിന്റെ കറക്റ്റ് പേരൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ പച്ചക്കറിയൊക്കെ അരിയുമ്പോഴത്തേക്കും ഇതേപോലെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ അരിയുവാണെങ്കിൽ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ അവരുടെ കൈയൊന്നും മുറിയാതെയും ഹെൽപ്പ് ചെയ്യും. അത് ശരി. അപ്പൊ കൊച്ചിന് കാര്യം അറിയാം. ഇങ്ങനെ മുറിക്കുമ്പോഴത്തേക്കും, അതായത് പച്ചക്കറി മുറിക്കുമ്പോഴത്തേക്കും ഇതിൽ സ്ക്രാച്ച് വീഴും. ആ സ്ക്രാച്ചിൽ നിന്ന് ഇതുപോലത്തെ വരകളൊക്കെ ഉണ്ടാവും. കുക്ക് ചെയ്ത് നമ്മൾ കഴിക്കും. അങ്ങനെ നമുക്ക് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരെ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു അസുഖം ക്യാൻസർ ആയതുകൊണ്ട് അതിനെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. പല കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ അവരുടെ വളർച്ചയെ വരെ ബാധിക്കാൻ വരെ പ്രശ്നമുള്ള സിറ്റുവേഷൻസ് ഒക്കെയാണ് ഇതിൽ നിന്ന് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. അപ്പം ഇപ്പോഴല്ലേ മനസ്സിലായോ നിന്റെ വളർച്ചയുടെ പ്രശ്നം എന്താണെന്ന്? ഈ ഉറയായിരുന്നല്ലേ കാര്യം. ഇതുപോലുള്ള സാധനങ്ങളൊക്കെ മാക്സിമം മാറ്റിയിട്ട് മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഓർഗാനിക് ആയിട്ടുള്ള ആക്സസറീസിലേക്ക് പോവുക എന്ന് മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാട്ടുന്നത്. സാധനത്തിന് പകരമായിട്ട് ഓർഗാനിക് ആയിട്ടുള്ള സാധനം ഉപയോഗിക്കണമെന്ന് നമ്മുടെ പയ്യൻ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. പകരമായിട്ട് എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയേണ്ട ബാധ്യത കൂടെ ഈ നമ്മുടെ പയ്യനുണ്ട്. ഇതിലുള്ള ലേഡി പയറരിയുന്ന പിച്ചാത്തി, അത് കണ്ടാൽ തന്നെ ആളുകൾ വെള്ളം കുടിക്കില്ല. നീ ഈ പിച്ചാത്തി വെച്ചാണ് അരിയുന്നതെന്ന് നിൻ്റെ വീട്ടിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു ഗസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അവരവിടുന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കില്ല. ഈ പിച്ചാത്തി കണ്ടിട്ട് നിൻ്റെ വീട്ടിൽ നിന്ന് ആരും കഴിക്കുമോ? എടേ, നിൻ്റെ കുറേ വീഡിയോകൾ ആളുകൾ കണ്ട് നിനക്ക് കുറച്ച് വ്യൂവേഴ്സൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ നീ എല്ലാ മലയാളികളെയും അങ്ങനെ ആക്കാതെ. മലരേ നിന്നെ നല്ലൊരു പാട്ടാണ്. മലയാളികളെല്ലാവരെയും കൊണ്ട് നിന്നെ കാണുമ്പോൾ ഈ പാട്ട് പാടിപ്പിക്കരുത് ദൈവം.